ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. എല്ലാവരുടെ വിഷുവും അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും ഇതാ വിഷുവിൻ്റെ ദിവസം രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ കൈനീട്ടമൊക്കെ തരും കേട്ടോ. കൈനീട്ടം എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ പട്ടലൊക്കെ ആക്കിയിട്ട് ഒരു കോയിൻ്റെ അങ്ങനെ തരും കേട്ടോ. നല്ല രസമാണ്. ചെറിയൊരു അമ്പലമാണെങ്കിലും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ ഒരു 4 പുതിയ മെമ്പേഴ്സ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നോക്കുമ്പോൾ വേറെ ആരുമല്ല, ഞങ്ങളുടെ ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചേൻ്റെ 4 മക്കളാണ്. ആദ്യമായിട്ടാട്ടോ 4 മക്കളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. സാധാരണ 3 ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നാലും 4 എണ്ണത്തിനൊക്കെ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഇതാ 2 ബ്ലാക്കും 2 വൈറ്റും ആയിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. വെറുതെ കരയുന്നുണ്ടായിരുന്നു. എന്തിനാ കരയുന്നതെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടായില്ല. അങ്ങനെ അതാ അമ്മ എനിക്ക് ഉണ്ണിയപ്പം കൊണ്ട് തന്നു. ഉണ്ണിയപ്പം കുറച്ച് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞ്, എന്നാലും ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനും അർജുൻ രാവിലെ കണി കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കണി നോക്കാൻ മറന്നുപോയി. ആ ഒരു കോയിൻ ഇട്ടിട്ട് നമ്മൾ നോക്കില്ലേ, അത് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ വീട്ടിൽ വന്നിട്ട് നോക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി മീനും ചിക്കനൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. വിഷു ഓണം ഒന്നും ഞങ്ങൾ പ്യുവർ വെജായിട്ടല്ല ഉണ്ടാവാറുള്ളത്. ഫുൾ സദ്യ അങ്ങനെയൊന്നുമല്ല. എന്തായാലും മീനോ ചിക്കനോ എന്തായാലും ഉണ്ടാവാറുണ്ട് കേട്ടോ. അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അർജുൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് മീനും അതേപോലെ ചിക്കനൊക്കെ വാങ്ങിച്ച്, പിന്നെ അർജുന് പൊതുവെ ഈ മീൻ അതൊന്നും ഇല്ലാതെ കഴിക്കൂല കേട്ടോ. പിന്നെ ഇതാ വീട്ടിലെത്തി ഞങ്ങൾ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മീൻ പൊരിക്കലും പായസത്തിൻ്റെ പണിയിലേക്കൊക്കെ കടന്നു കേട്ടോ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് അമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പായസം ഞങ്ങൾ പാലടയാണ് വാങ്ങിച്ചത്. എനിക്ക് ഈ സേമിയത്തിനേക്കാളും അടിപൊളി പാലടയാണല്ലോ. അങ്ങനെ നമ്മളിതാ ഇൻസ്റ്റൻറ്റ് മിക്സ് ആയതുകൊണ്ട് ജസ്റ്റ് പാലിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ പായസം ഞങ്ങൾ വേഗം റെഡിയാക്കി. അപ്പോൾ ഇതാ നമ്മളുടെ ഫുഡ് ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും പുളിയും പിന്നെ ക്യാബേജിൻ്റെ ഉപ്പേരിയും മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ അവിയലും ആയിരുന്നു ഉണ്ടായത്. പിന്നെ ഇതാ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസവും ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി നമ്മൾ കുറച്ച് സമയം കിടന്നുറങ്ങിയേ. പിന്നെ അതാ വൈകുന്നേരം ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ജിങ്കാന ആ ഒരു ഫിലിമിനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഒരു 4:25 ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ലേറ്റായിപ്പോയി ഉറങ്ങി എണീക്കാൻ. അധികം ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങാൻ ഒന്നും നിന്നില്ല. നമ്മൾ ആ പരസ്യത്തിൻ്റെ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫിലിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫിലിം എന്താ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ബോറടിക്കാതെ ആ ഒരു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്കിങ്ങനെ ചിരിക്കാൻ പറ്റുന്നൊരു ഫിലിം കേട്ടോ. അത്രേ പറയാനുള്ളൂ. അല്ലാതെ അടിപൊളി അല്ലെങ്കിൽ ഭയങ്കര സ്റ്റോറി അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ നല്ലൊരു എൻ്റർടൈനറാണ്. ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. പിന്നെ നമ്മളൊരു ചായ കുടിച്ചു. ചായയിൽ കയറിയിട്ട് പിന്നെ അവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ബീഫ് റോൾ എന്ന് പറഞ്ഞൊരു ഐറ്റം കണ്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി. പക്ഷേ എനിക്കത്ര അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മൾ ആ വിചാരിച്ചത്ര ഇല്ല. പിന്നെ എന്താ നോർമൽ ഒരു ബീഫ് സമൂസ കഴിക്കുന്ന പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതാ വരുന്ന വഴിക്ക് ഗാന്ധി റോഡ് എത്താനായപ്പോഴത്തേക്കിന് നല്ല ബ്ലോക്ക് കിട്ടോ. നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അവിടെ ഒരു തിരുവാണി എന്ന് പറഞ്ഞൊരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൽ വലിയ ഉത്സവമാണ് നടക്കുന്നത്. 3 ആനയും അതേപോലെ തന്നെ ഈ താലപ്പൊലിയൊക്കെ എടുക്കില്ലേ, അതേപോലെ ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ റോഡ്. അപ്പം എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇറങ്ങി ആനേനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ സാധാരണ ഞാൻ താലപ്പൊലിയൊക്കെ അധികം കണ്ടിട്ടുള്ള ഈ കയ്യിൽ പിടിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഇങ്ങനെ തലയിൽ ഏന്തിയിട്ടാട്ടോ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. തിരിച്ച് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ അമ്മ നല്ല അടിപൊളി ചൂടുള്ള ചിക്കൻ പാർട്സും പുട്ടും തന്നെ നല്ല കോമ്പിനേഷൻ അല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം സിനിമയൊക്കെ കണ്ടു. പിന്നെ അതാ ബീച്ചിൽ നല്ല തകൃതിയായിട്ട് പടകങ്ങൾ പൊട്ടിക്കുന്നുണ്ട്. ഒരുപാട് പേര് പല സ്ഥലത്തുനിന്നും വന്നിട്ട് പൊട്ടിക്കുന്നുണ്ടായിരുന്നു.
നല്ല രസമാണ് ഈ സ്കൈ ഷോട്ടൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. ചില ഫാമിലീസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ചെക്കന്മാരുണ്ടാവും. അങ്ങനെ ഓരോരോ ഗ്യാങ്ങായി തിരിഞ്ഞിട്ട് തന്നെ ഒരു മത്സരം പോലെ നമുക്ക് തോന്നും. അവിടെ പൊട്ടുമ്പോഴത്തേക്കിനും ഇപ്പുറത്തെ സൈഡിൽ പൊട്ടും. കണ്ടിരിക്കാൻ നല്ല രസമാണ്. പണ്ടൊക്കെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ വിഷു ദിവസം തറവാട്ടിലാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മൾ ബീച്ചിൽ പോയിട്ടാണ് ബാക്കിയുള്ള എല്ലാ പടകങ്ങളും എല്ലാം പൊട്ടിക്കാറില്ല കേട്ടോ. അതൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വിഷുവൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന വിശ്വാസത്തിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.